ഹലോ. അപ്പോഴേ 2-3 ദിവസമായിട്ടേ നമ്മൾ കടയിൽ വിഭവങ്ങളൊന്നും ഉണ്ടാക്കി കാണിക്കണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, നമുക്ക് വയ്യായിക മാറിയാലല്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വയ്യായിക മാറണമെങ്കിൽ ഈ ഒരു സാധനം കുടിച്ചാൽ മതി എന്നാണ് നമ്മൾ 2 ദിവസം കയറി ഇറങ്ങിയ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് എനിക്ക് പറഞ്ഞു തന്നെ കേട്ടാ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ അസുഖമൊന്നും, വേറെ ഒന്നുമല്ല, ശരീരത്തിൽ ബ്ലഡ് ഇല്ല, അതെല്ലാം മുഖത്ത് ഭയങ്കര ക്ഷീണം, തലകറക്കം, തലക്കൊരു പെരുപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അത് ഈ ബ്ലഡ് ഇല്ലായ്മ കൊണ്ടിട്ടാണെന്നാണ് നമ്മുടെ ട്രിപ്പ് ഇടാൻ ചെന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞിട്ട്. 2 ദിവസമാണ് ട്രിപ്പ് ഇട്ടത്. അങ്ങനെയാണ് നമ്മൾ സിസ്റ്ററിനെ പരിചയപ്പെട്ടത്. ഈ ഏത് ഹോസ്പിറ്റലാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ആ പാവം പിടിച്ച നേഴ്സിൻ്റെ പണി പോകണ്ടല്ലെന്ന് വിചാരിച്ചിട്ടാണ്. അതെ, അപ്പോൾ ഈ പുള്ളിക്കാരത്തി പറയണത് എന്താണെന്ന് വെച്ചാലേ, വെറും വയറ്റിലല്ലേ ചെമ്പരത്തിപ്പൂ ഇട്ട വെള്ളം അങ്ങോട്ട് തിളപ്പിച്ച് കുടിക്കണമെന്നാണ് പറയണത്. പക്ഷേ ചെമ്പരത്തിപ്പൂ മാത്രമല്ല ഇടയിൽ, കുറച്ച് അനത് വസ്തുക്കളും കൂടി ഇടണം. എന്നാൽ മാത്രമേ ഓജസ്സും തേജസ്സും ഉഷസ്സും ആരോഗ്യം കിട്ടുള്ളൂ. ഈ കഥ ഞാൻ കടയിൽ എന്ന് പറഞ്ഞപ്പോഴേ നമ്മളിവിടെ പണിക്കൊന്ന ചേച്ചി പറഞ്ഞാണ് ഞാൻ എൻ്റെ മുളക്ക് തിളപ്പിച്ച് കുടിക്കാറ്. ഞാൻ എന്തിനു വേണ്ടിയിട്ട്, മുഖത്ത് നല്ല വെട്ടവും കിട്ടും, അതേപോലെ വണ്ണവും കുറയുന്നു. പിന്നെ ഒന്നും നോക്കില്ലടാ, തളർന്നിടന്ന് വെച്ചാൽ ഞാനില്ലേ നട്ടാറം വെയിലത്ത് പോയിട്ടാണ് ചെമ്പരത്തി പൊട്ടിച്ചത്. ഇത് കണ്ടിട്ട് എൻ്റെ അനിയത്തി പറയണേ, ആ സൗന്ദര്യം വെക്കും, വണ്ണം കുറേ, ഉന്മേഷം കിട്ടും, ആരോഗ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആളൊന്നും നോക്കിയില്ല, എഴുതിട്ട് ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ദേ ചെമ്പരത്തിപ്പൂ കൊണ്ടുവന്നിട്ട് കഴുകണ്ട കേട്ടാ. ശരിക്കും പറഞ്ഞാൽ രാവിലെ വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് വൈകുന്നേരം മുതലാണ് ഈ സാധനം ഉണ്ടാക്കിയത് കേട്ടോ. ഇനി നാളെ രാവിലെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരം ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇന്നലെ മുതലൊക്കെ ഞാൻ അവശതാ പെൻഷനാണ്. വൈകുന്നേരം ഇത് കുടിച്ചതിന് ശേഷം എനിക്ക് ഇച്ചിരി ഉഷാർ കിട്ടിയെന്നാണ് എൻ്റെ മനസ്സിന് ഒരു ആത്മവിശ്വാസം കിട്ടിയേക്കണേ കേട്ടോ. അപ്പം ഞാൻ ഈ ചെമ്പരത്തിപ്പൂ ഒരു 5-8 ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏതെള്ളാണ് അതിൻ്റെ പച്ചയൊക്കെ കളഞ്ഞിട്ട് 1.5 ഗ്ലാസ് വെള്ളമുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ പീസ് പട്ടയാണ്. പട്ടയൊക്കെ വെറും വയറ്റിൽ നമ്മൾ കുടിക്കണമെങ്കിൽ വണ്ണമൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ ഒരു ചെറിയ ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പിഞ്ച് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുക. നല്ല ജീരകം നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമുള്ള തിളപ്പിക്കാനായിട്ട് വെച്ചേക്കണത്. 1.5 ഗ്ലാസ് 1 ഗ്ലാസ് വെള്ളമിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം തിളപ്പിച്ച സമയത്ത് നോക്കുമ്പോഴേ ആ ഒരു ചെമ്പരത്തിപ്പൂവൊക്കെ മാറി, അതിൻ്റെ കളർ മാറി ഒരു വയലറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന ആളാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ പാൽച്ചായയും കട്ടൻ ചായയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ചായപ്പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പിഞ്ച് ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് കുടിക്കാവുന്നതാണ്. അല്ലാത്ത ആൾക്കാർക്ക് ചായപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ദേ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതെ, തീർന്നില്ല കേട്ടാ, കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് ഇതിലേക്ക്. ഞാൻ നോക്കിയപ്പോഴേ ചെറുനാരങ്ങ വേണം ഇതിലൊഴിക്കാനായിട്ട്. ഞാൻ കൈ കൊണ്ട് പിഴിയാൻ നോക്കിയിട്ട് പിഴിയാൻ പറ്റണില്ല, പച്ച ചെറുനാരങ്ങ. എന്നാൽ പിന്നെ അതെ ഇതേപോലെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാമെന്ന് ഓർത്ത്. പിന്നെ അപ്പുറത്തെ കടയിൽ പോട്ടെ ഒരു ചെറിയ കുപ്പി തേൻ മേടിച്ചിട്ടാ. ഓ, ചെറിയ കുപ്പി തേനാണെങ്കിൽ എന്താ വില. മതി കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടാ, ഒരു പേരിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം എന്താ ചെറു ചൂടോടെ ഇതിൻ്റെ നമ്മുടെ ചെമ്പരത്തി ചായ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക, കുടിക്കുക, അത്ര തന്നെ. ഞാനിവിടെ നിന്ന് വോയിസ് ഓവർ കൊടുക്കണ്ടപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞേ, ഇത് എത്ര ദിവസം ഉണ്ടാവോ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം കുടിക്കൽ. ഞാൻ പറഞ്ഞേ ഞാൻ ഉണ്ടാക്കി കുടിക്കും. കാരണം എന്താണെന്നറിയാമോ, മരുന്നൊക്കെ കഴിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും 2-3 ദിവസമായിട്ട് ഞാൻ ഈ കിടപ്പ് തളർച്ച തന്നെ. പക്ഷേ എനിക്കിത് കുടിച്ചപ്പോൾ, ഇന്ന് വൈകുന്നേരം കുടിച്ചപ്പോൾ ഒരു ആത്മവിശ്വാസം, നല്ലത്, എൻ്റെ ശരീരത്തിന് ഒരു ഓജസ്സും തേജസ്സും കിട്ടിയെന്നൊരു വിശ്വാസം. എന്നാൽ പിന്നെ തുടരാമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.